ഈ ഷെറിൻ ഇടയ്ക്ക് പരോളിലൊക്കെ ഇറങ്ങി നടന്നിരുന്നു. ഉം. അന്ന് വലിയ രീതിയിലുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. ഈ പരോളിന് ഇറക്കിയത് ആരാണെന്നുള്ളതൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഉം. എന്തായാലും ഷെറിൻ ഇപ്പോൾ ജയിൽ മോചിതയാവാൻ പോവുകയാണെന്ന് കേൾക്കുകയാണ്. ഉം. ഈ ഒരു ക്രിമിനലാണ്. അതെ. നമ്മൾ നിമിഷപ്രിയ രക്ഷിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വധശിക്ഷ അവർക്ക് കിട്ടും എന്നൊക്കെ ഉള്ളത് കൊണ്ട് മറ്റൊരു രാജ്യത്ത് പോയി നമ്മുടെ നാട്ടുകാരി. അവിടെ പോയി പെട്ടു. അവരുടെ അമ്മ അവരുടെ കണ്ണീരൊക്കെ കൊണ്ടാണ്. പക്ഷെ അതുപോലെയാണോ ഷെറിന്റെ കാര്യം? ഷെറിൻ ഒരു ക്രിമിനൽ തന്നെയല്ലേ? അതെ. എന്നിട്ടും ഈ ആർക്കാണ് ഷെറിനെ ജയിൽ മോചിതയാക്കാൻ ആർക്കാണ് ഷെറിനെ എന്താ പറയാ കാണാതിരിക്കാൻ പറ്റാത്തത്. കാണാതിരിക്കാൻ പറ്റാത്തത്? അത് ഇടത് കണ്ടോളാൻ വയ്യാത്തത് നമ്മളെ തിരുവനന്തപുരം ഭാഷ ആണോ? കണ്ടോളാൻ വയ്യാത്തത്. അപ്പൊ അത് ഇടത് കേന്ദ്രത്തിലുള്ള ഉന്നത രാഷ്ട്രീയ നേതാവാണ്. അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഏതാന്നുള്ളതൊക്കെ കേൾക്കുമ്പോ എല്ലാവർക്കും ഇടത് പാളയത്തിലുള്ള ഇടതുപക്ഷമല്ല, ഇടത് പാളയത്തിലുള്ള ശരിയാണ്, വലതുനിന്ന് ഇടതിലോട്ട് വന്ന, അതെ, അങ്ങനെ ചാടിയിട്ടുള്ള ഒരാളുടെ സംരക്ഷണയിലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഷെറിൻ ജയിൽ മോചിതയാവുക തന്നെയാണ്. കാരണം അതിന് വേണ്ടുന്ന മോചന ഉത്തരവ് കണ്ണൂർ വനിതാ ജയിലിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഉണ്ടാകാൻ പോകുന്നത് ഈ സംരക്ഷണയിലുള്ള ഷെറിനെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അകമ്പടിയോടുകൂടി ജയിലിലേക്ക് എത്തിക്കുന്നു. പിന്നീട് അവിടുന്ന് മോചനവുമായി ബന്ധപ്പെട്ട ഉത്തരവും കാര്യങ്ങളും അതിന്റെ നടപടിക്രമങ്ങളും എല്ലാം പൂർത്തിയാക്കി ഈ സിനിമയിലേക്ക് കാണുന്നത് പോലെ ഷെറിൻ ആ ഒരു ജയിൽ തുറന്ന് പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങൾ അത് പകർത്താൻ ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങളൊക്കെ അവിടെ ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ പറ്റുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഈ ഉത്തരവ് എത്താൻ വേണ്ടിയിട്ടാണ് ജയിലിലേക്കുള്ള ഷെറിന്റെ മടക്കം പോലും വൈകിപ്പിച്ചത് എന്നാണ് പറയുന്നത്. അതായത് ഗവർണറുടെ മുമ്പിൽ കൊടുത്തിരുന്ന ആ ഒരു അപേക്ഷയുണ്ടല്ലോ. പക്ഷെ ഷെറിൻ ഒരു പുണ്യവതി കൂടിയാണ് കേട്ടോ. നമ്മൾ അതുകൂടി ഇപ്പൊ മനസ്സിലാക്കണം. കാരണം ഷെറിൻ ഒരു ക്രിമിനൽ ആണെങ്കിലും മനസ്സിലൊരു പുണ്യ തുളുമ്പുന്ന ഒരു മനസ്സുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷെറിന്റെ ഒരു മോചനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ബാക്കി 10ഓളം തടവുകാർക്ക് മോചനം കിട്ടുന്നത്. ഷെറിൻ എന്ന് പറയുന്ന ആ ഒരു ലേഡി അവിടെ ഇല്ലായിരുന്നെങ്കിൽ, പ്രതി അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ അവർക്കത് കിട്ടില്ലായിരുന്നു. കാരണം ഷെറിൻ പലതവണ കിണിഞ്ഞു പരിശ്രമിച്ചു നോക്കി. ഷെറിന് വേണ്ടിയിട്ട് പലരും പരിശ്രമിച്ചു നോക്കി മോചിതയാക്കാനായിട്ട്. നല്ല നടപ്പുകാരിയാണെന്ന് വരെ എഴുതി കൊടുത്തു. പക്ഷെ നടന്നില്ല, ഒത്തില്ല. നന്നായിട്ട് നടക്കുമായിരുന്നു, നല്ല നടപ്പായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഷെറിൻ ഒരു ചെറുപ്പക്കാരിയാണ്, സുന്ദരിയാണ്, അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതെ, നന്നായിട്ട് നടക്കും. അല്ല, നന്നായിട്ട് തന്നെ നടക്കണം, അതാണ്. അപ്പോ ഈ നന്നായിട്ട് നടക്കുന്ന ഈ പെൺകുട്ടി എന്ന് പറയുന്നത് കഴിഞ്ഞിടക്ക് നൈജീരിയൻ സ്വദേശിനിയായിട്ടുള്ള ഒരു തടവുകാരി ഉണ്ടായിരുന്നു. ആ തടവുകാരിയെ അതെ, ആ തടവുകാരിയെ എടുത്തിട്ടൊന്ന് പൂശി. ഈ നല്ല നടപ്പുകാരിയായിട്ട് ഷെറിൻ. അപ്പൊ അത് പൂശി. അപ്പൊ അതുകൊണ്ട് 1-ാം പ്രതിയാക്കിയിട്ട് കണ്ണൂർ ടൗൺ പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട്. നല്ല നടപ്പിന് ഷെറിന് ഇളവ് നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചതിന് ശേഷമാണ് ഈ സംഭവം എന്ന് കൂടി ആലോചിക്കണം. നൈജീരിയക്കാരി ആയതുകൊണ്ട് പരാതിയായിട്ടും പോവില്ല, അത് അവിടെ ഒതുങ്ങുന്നു എല്ലാം വിചാരിച്ചു കാണും. അപ്പോൾ അതല്ല നടന്നത്, തിരിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഷെറിൻ ഈ ഭാസ്കരക്കാരനവരെ കൊന്നതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞത്, എനിക്ക് പപ്പയെ കൊല്ലാൻ ഞാൻ ഇത്ര എഫേർട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് വേണമെങ്കിൽ 2 പിൽസ് കൊടുത്തിട്ട് അങ്ങ് തീർക്കാവുന്നതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ പപ്പ എന്നാണ് ഈ നിഷ്കളങ്കയായ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്രയും നിഷ്കളങ്കയായ പെൺകുട്ടികളെ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിന് ആവശ്യമുണ്ട്. രാഷ്ട്രീയ കേരളത്തിനല്ല കേട്ടോ, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു നിഷ്കളങ്കയായ പെൺകുട്ടി ഉണ്ടായിരുന്നു, സരിത. അപ്പോ ആ പെൺകുട്ടിയെയും രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ, പുറത്തിറങ്ങണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ വേണ്ടപ്പെട്ടവർ ആയാലേ അവർക്കൊക്കെ പ്രീതിപ്പെടുന്ന ആളായിരിക്കണം, പ്ലീസിങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കണം. ഈ ഷെറിൻ കൊണ്ടു നടന്നതൊക്കെ ഒരു 10-10,000 രൂപയിൽ കൂടുതലുള്ള ഒരു മേക്കപ്പ് സെറ്റുമായിട്ടാണ് ജയിലിൽ കഴിഞ്ഞിരുന്നത്. ജയിലിന്റെ തടവറയ്ക്കുള്ളിൽ ഇതുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ജയിലില് ഒരൊറ്റ വസ്ത്രം മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഇല്ല, അവിടെയും തെറ്റുണ്ടായിരുന്നു, അത് അറിഞ്ഞില്ലായിരുന്നു. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷെറിന്
വേണ്ടി തയ്ച്ച കുപ്പായങ്ങളുണ്ടല്ലോ, വെള്ള കുപ്പായങ്ങൾ തന്നെ. എന്തായാലും അത് ഈ മറ്റേ വരയുള്ള വെള്ള കുപ്പായം, ജയിൽ കുപ്പായം അല്ലേ? അതല്ല, അതിന്റെ കുടുംബത്തിന്ന് തയ്പ്പിച്ച് കൊണ്ടുവരുമായിരുന്നു. അതായത് കളർ വസ്ത്രങ്ങൾ. അതായത് വൈറ്റ് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈറ്റ് ഞാൻ ചോദിക്കുന്നത്, എല്ലാ ദിവസവും വൈറ്റ് വസ്ത്രമാണ്. അതായത് തടവ് പുള്ളികളുടെ വസ്ത്രം. തടവ് പുള്ളിയുടെ വസ്ത്രമാണോ ഇട്ടിരുന്നത്? അല്ല, അതല്ല ഇട്ടിരുന്നത്. പകരം വീട്ടിൽ നിന്ന് മോടിയുള്ള വസ്ത്രങ്ങളൊക്കെ തയ്ച്ച് കൊണ്ടുവന്ന് അത് വെള്ളയായിരിക്കാനാണ് സാധ്യത. ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അങ്ങനെയാണ് ആ ഒരു കിഴിവ് ജയിൽ അധികൃതർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. അതായത് ചുരിദാർ, വെള്ള ചുരിദാർ, അങ്ങനെ. അതെ, അങ്ങനെയാണ് ഇട്ട് കൊടുത്തിരുന്നത്. അപ്പൊ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ വെയിലേറ്റ് മുഖം പാടാതിരിക്കാൻ കുട ചൂടിച്ചു കൊടുത്ത വിഷയങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ജയിലിൽ സെലിബ്രിറ്റി ആയിരുന്നു. അവിടുത്തെ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് ടാബ്ലറ്റ് കൊടുക്കുമായിരുന്നു. ദിലീപ് ജയിലിൽ പോയപ്പോൾ ഇത്രയും VIP ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടില്ല. അതാ പറഞ്ഞ, അതിന് പ്രത്യേക കഴിവ് വേണം, നല്ല നടപ്പൊക്കെ ആയിരിക്കണം. അപ്പൊ അത്രയും നിഷ്കളങ്കയായ ആ പെൺകുട്ടി ജയിലിൽ ഇത്തിരി ലിപ്സ്റ്റിക് ഇട്ട് നടന്ന അതിന്റെ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പം നമുക്ക് പറയാൻ പറ്റില്ല. ഈ പെൺകുട്ടി ലിപ്സ്റ്റിക് ഇട്ട് അല്ല, എനിക്ക് മനസ്സിലാവാത്തത് എന്തെന്ന് പറഞ്ഞാലേ, ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വേഷമൊക്കെ ഇട്ടിട്ട് എവിടെ പോകും? നമുക്ക് സ്വയം ഒരു ഇതുണ്ടല്ലോ, നമ്മൾ സ്വയം ഒരുങ്ങി വെൽ ഡ്രസ്ഡ് ആണെന്നുള്ള ചിന്ത. ചേച്ചിയാണെങ്കിലും പിന്നെ അത് മാത്രമല്ല, ചേച്ചിയാണെങ്കിലും ഇപ്പൊ അതേപോലെ ഒരുങ്ങിയിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴല്ലേ ഇവര് ജയിലിൽ തന്നെ കിടക്കും. അത് ഞാൻ പറഞ്ഞു തരാം. ഈ പെൺകുട്ടിയെ, നിഷ്കളങ്കയായ പെൺകുട്ടിയെ കാണാനായിട്ട് പലരും വരികയായിരുന്നു. അപ്പൊ 7 മണിക്ക് ശേഷം ഈ പെൺകുട്ടി പോയാൽ പിന്നെ 8 മണിയാവുമ്പോഴൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ്. നമ്മൾ പറയുന്നതല്ല, മറ്റുള്ളവർ പറഞ്ഞു കേട്ട സാക്ഷികളുണ്ട്. അതെ, അതൊക്കെ ഉണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു അവിടുത്തെ കുറച്ചു നാള് കൂടെ കഴിഞ്ഞിട്ടുള്ള ഒരു സഹതടവുകാരി ഉണ്ടായിരുന്നു. ആ സുനിത എന്നാണ് അവരുടെ പേരെന്നാണ് ഓർമ്മ. അവര് വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് ഇറങ്ങിയതിനു ശേഷം നൽകിയത്. അപ്പൊ അവരാണ് പറയുന്നത്, ഇത്തരത്തിലുള്ള മേക്കപ്പ് സെറ്റ് ഉണ്ട് ജയിലിലെ ഉദ്യോഗസ്ഥർക്ക്, വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് ഈ പറയുന്ന പോലെ ടാബ്ലറ്റ് കൊടുക്കും, അവരുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കുക. എന്നിട്ട് ഏറ്റവും അവസാനം ഇവര് സഹതടവുകാരിയോട് പറഞ്ഞു കുപ്പായമൊക്കെ കഴുകിയിടണം. അതായത് ഷെറിന്റെ കുപ്പായമൊക്കെ കഴുകി കൊടുക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് ജയിലിൽ അവരവരുടെ കുപ്പായം കഴുകുക എന്നുള്ളതാണ്. അതെ, അപ്പൊ അത് ഇവർക്ക് അതെ സഹതടവുകാരി കഴുകി കൊടുക്കണം. കാരണം ഡിറ്റർജന്റ് ഒക്കെ എടുത്തിട്ട് കൈക്ക് എന്തെങ്കിലും റാഷസ് ഒക്കെ വന്നാൽ ബുദ്ധിമുട്ട് വന്നാലോ, അതുകൊണ്ട് അവര് കഴുകി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരെ എടുത്തിട്ട് പഞ്ഞിക്കിട്ടു. അപ്പം ഈ പഞ്ഞിക്കിടുന്ന സമയത്ത് ഈ കൈ അപ്പൊ പഞ്ഞി പോലെ അല്ല, അതപ്പൊ പഞ്ഞി പോലെ അല്ല, ബാക്കിയുള്ള സമയത്ത് പഞ്ഞി പോലെ ആയിരിക്കും. അതെ, അങ്ങനെ ആയിരിക്കണം. അപ്പൊ ഈ പറയുന്ന യുവതി അവസാനം കഴുകി കൊടുക്കേണ്ടി വന്നു. കാരണം ജയിൽ അധികൃതർ വരെ പറഞ്ഞു അത് കഴുകി കൊടുത്തേക്ക് എന്നുള്ളത്. അപ്പൊ അത്രത്തോളം ഹോൾഡ് ആ ജയിലിനുള്ളിൽ അവര് അത്രയും ചെയ്യുമെങ്കിൽ. എന്നിട്ട് അവരോട് ഒരു കാര്യം കൂടി പറഞ്ഞു, നീ മര്യാദക്കാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് ഇന്ന ആൾക്കാര്, ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ പേപ്പറും പേനയും കൊടുത്തു, ഞാൻ നല്ലവളാണ് എന്ന് എഴുതി തരാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഷെറിൻ നല്ലവളാണെന്ന് കൊടുത്ത് പേന വരെ കൊടുത്തു. പേന കൊടുത്തിട്ട് അവരെ എഴുതിയില്ല, അതാണ്. അപ്പൊ ആ പേന കൊടുത്ത് എഴുതിയില്ല, അതിന്റെയൊക്കെ വാശിയും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നല്ല നടപ്പുകാരിയായിട്ടുള്ള ഒരു ഷെറിനെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതാവൊക്കെ ചുമക്കുന്നത്. ഈ രാഷ്ട്രീയ നേതാവൊക്കെ ഇങ്ങനെ ചുമക്കാൻ വേണ്ടുമുള്ള എന്താണ് അതെ, നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ നേതാവ്. ഇനി അതിനും പുറമെ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം അവർക്ക് ജയിൽ ഉദ്യോഗസ്ഥരുമായിട്ട്, സൂപ്രണ്ടായിട്ട് അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആര് ഉടക്കാൻ വന്നാലും അവരപ്പ പറയും, ഞാൻ ഇന്ന ആളുടെ വേണ്ടപ്പെട്ട ആളാണ്, പലപ്പോഴും സാറിനെ കാണാറുണ്ട്, അപ്പൊ ആ കാണുന്നത് കൊണ്ട് നിന്റെ കാര്യം കട്ടപ്പുകയോ, ഞാൻ പറയുന്നത് കേട്ട നിനക്ക് കൊള്ളാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ഉള്ള ഈ വിഴുപ്പുകളെ, നമ്മൾ പച്ചയ്ക്കാണ് വിഴുപ്പുകളെ രാഷ്ട്രീയ നേതാക്കൾ ചുമക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവില്ല. ആഭാസത്തരം കൊണ്ടാണ്. നമ്മൾ ഇത്രയും ഇങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും ഭർത്താവ് കിടക്കെ ആ ഒരു യുവാവിന് എന്തോ അംഗവൈകല്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് കല്യാണം കഴിച്ചത്. ഇവരെ കല്യാണം കഴിച്ച ഷെറിനെ കല്യാണം കഴിച്ച ആൾക്ക് അവര്
ഉയരം കൊണ്ട് ഓടി ഇപ്പൊ വേറെ നാട്ടിൽ ജീവിക്കുകയാണ്, ഭർത്താവ്. ഭർത്താവും മോനും. ഉം. അപ്പൊ ഈ ഭർത്താവ് മുകളിൽ കിടക്കെ താഴെ ഈ പറയുന്ന ഷെറിന്റെ ലീലാവിലാസങ്ങളായിരുന്നു. ഇതൊക്കെ ഈ ഭർത്താവിന്റെ അച്ഛൻ വന്നപ്പോൾ, ഈ ഭാസ്കരക്കാരനവർ വന്നപ്പോൾ ഇതൊക്കെ തിരിച്ചറിയുകയാണ്. അങ്ങനെയാണ് ഇദ്ദേഹത്തെ ഇല്ലാതെയാക്കുന്നത്. അന്നേരത്തെ കൂട്ടുകാരനായിട്ടുള്ള ബാസിത്ത് അലിയുമായൊക്കെ ചേർന്നുകൊണ്ടാണ് ഇല്ലാതെയാക്കുന്നത്. ഈ എവിടെയോ കിടന്ന ഭാസ്കരക്കാരനവർ കേസിലെ പ്രതിയെ എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ നേതാക്കൾ, രാഷ്ട്രീയ നേതൃത്വം വിലക്ക് വാങ്ങാൻ നടക്കുന്നത് ഒന്ന് ഓർത്തു നോക്കൂ. നമ്മുടെ ശോച്യാവസ്ഥയെ ഷെറിനെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഷെറിനെ പോലെ ഒരു സാധാരണ ഒരു പെൺകുട്ടിയെ എന്തുകൊണ്ട് ആണ് ഈ രാഷ്ട്രീയ നേതാക്കൾ സഹായിക്കുന്നതെന്നും അവർക്ക് എന്താണ് അതിന് മറിച്ച് ഓഫർ ചെയ്യാനുള്ളതെന്നുള്ളതും വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അത് പ്രത്യേകിച്ച് എന്താ പറയുക, അതൊരു വളരെ ഖേദകരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം എന്താ പറയുക, ഇത് അവരെ സംബന്ധിച്ച് അവർക്കിത് ഒരു മ്യൂച്വൽ ഡീല് പോലെയാണ്. അവരിതിൻ്റെ അകത്തെ ചതി മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ നാളെ സരിതയെ പോലെ തൻ്റെ വിരലുകൾ, അതായത് കോൺഗ്രസിന് എങ്ങനെയായിരുന്നോ സരിത, അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് ഒരു എന്താ പറയുക, ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു സരിതയാവാനുള്ള എല്ലാ സാധ്യതയും ഷെറിനിൽ കാണുന്നുണ്ട്.